കുടുംബം തകർക്കുന്ന കാമഭ്രാന്തന്മാർ വരെ സിനിമാ ലോകത്തുണ്ടെന്നും താൻ അവരുടെയൊക്കെ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നും അവർക്കെതിരെയൊക്കെ കേസെടുത്ത് ശിക്ഷ നടപ്പാക്കണമെന്നും പറയുകയാണ് നടൻ ബാല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് ബാലയുടെ പ്രതികരണം. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ബാല പ്രതികരിച്ചത്. കുറ്റവാളികളെ ശിക്ഷിച്ചില്ല എങ്കിൽ ഇരയായവരെ വിഷമിപ്പിക്കുന്നതാകുമെന്നും ബാല പറയുന്നുണ്ട്. സിനിമാ രംഗത്തുള്ള ഇത്ര സെലിബ്രിറ്റികൾക്കെതിരെ പോലീസ് കേസുകളുണ്ട്. ഇതുവരെ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. ന്യായം എവിടെയാണോ ആ പക്ഷത്താണ് താനെന്നും സ്ത്രീകളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ താൻ അവരുടെ കൂടെ ഉണ്ടാകും. അതുപോലെ ഒരു പുരുഷനെ പെണ്ണ് അപമാനിക്കുകയാണെങ്കിലും ശിക്ഷ കിട്ടണമെന്നും ബാല പറയുന്നു. ന്യായം ആരുടെ ഭാഗത്താണോ അവരുടെ കൂടെ താനും ഉണ്ടാകുമെന്നാണ് ബാലയുടെ അഭിപ്രായം. ഇതെല്ലാം പൂർത്തിയായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നും അത് എല്ലാവർക്കും അറിയാമെന്നും ബാല പറയുന്നു. എത്ര വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ് ഇത്. സങ്കടത്തോടെയാണ് പറയുന്നത്. എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരെ അഭിനന്ദിക്കുന്നു. നാളെ ഈ കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടിയിട്ടില്ല എങ്കിൽ അവർ ഡിപ്രഷനിലാകും. അവിടെ നിയമം തോറ്റുപോകും. അതാണ് തന്നെ സങ്കടപ്പെടുത്തുന്നതെന്നും ബാല വ്യക്തമാക്കുന്നുണ്ട്. ഒരു ക്രിമിനൽ കേസ് പോലും എടുത്തിട്ടില്ല. ഇതുവരെ എടുത്തിട്ടുള്ള കേസുകളിലും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെച്ചിട്ടുമില്ല. ഒരു കേസ് വന്നാൽ ദുബായ്ക്ക് ഓടിപ്പോയി ഒരു മാസം അവിടെ നിൽക്കും. ഒരു മാസം കഴിയുമ്പോൾ എല്ലാവരും എല്ലാം മറക്കും. എത്ര ദിവസം വാർത്ത കൊടുക്കും. ദുബായിൽ പോയി കുറച്ച് ദിവസം ജോലിയായി നടക്കും. പിന്നെ ആ സ്ത്രീയെ വിളിച്ച് കോംപ്രമൈസ് ചെയ്യാമെന്ന് പറയുമെന്നും 20 ലക്ഷമോ 30 ലക്ഷമോ തരാമെന്ന് പറയുമെന്നും ഇങ്ങനെയൊക്കെയാണ് സിനിമാ ലോകത്ത് കാര്യങ്ങൾ നടക്കുന്നതെന്നും ബാല വ്യക്തമാക്കുന്നുണ്ട്. സത്യം തുറന്നു പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. ഒരു സ്ത്രീ കേസ് കൊടുക്കണമെങ്കിൽ ഒരുപാട് ധൈര്യം വേണമെന്നും ബാല പറയുന്നു. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിയും. പോലീസ് സ്റ്റേഷനും കോടതിയും കയറേണ്ടി വരും സ്ത്രീകൾക്ക്. എല്ലാവരും ആ സ്ത്രീയെ ആയിരിക്കും കളിയാക്കുകയെന്നും ആ പ്രോസസ്സ് 2-3 വർഷം നീണ്ടുപോയേക്കാമെന്നും അവർക്കത് താങ്ങാനാകില്ല എന്നും ബാല പറയുന്നു. അവസാനം സമൂഹവും നിയമവും ഒക്കെ അവരെ മോശക്കാരിയാക്കും. കോടതിക്ക് പുറമെ കാശ് വാങ്ങിപ്പിച്ച് സെറ്റിലാക്കിക്കും. അവർക്ക് വേറെ വഴിയുണ്ടാകില്ല എന്നും ബാല കൂട്ടിച്ചേർത്തു. തന്റെ ജീവിതത്തിൽ നടന്നത് താൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും കുടുംബം തകർത്ത ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ബാല പറയുന്നുണ്ട്. ഇവിടെയും പ്രശസ്തിക്ക് വേണ്ടി ആണുങ്ങളെ വഞ്ചിക്കുന്ന സ്ത്രീകളുണ്ടെന്നും അതുപോലെ തന്നെ കാമഭ്രാന്തന്മാരും ഇവിടെയുണ്ട്. താൻ തെളിവോടെ പുറത്തുവിട്ടിട്ടുണ്ട്. അത് കേട്ടു മറന്നു. ഇന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കേട്ടു, അതും മറക്കുമെന്നുമാണ് ബാല പറയുന്നത്. തന്നെ ലൈവിൽ കൊണ്ടുവരാനെന്നും താൻ അപ്പോൾ തെളിവ് പുറത്തു വിടാമെന്നും ബാല പറയുന്നു. ആരൊക്കെയാണ് കാമഭ്രാന്തന്മാരെന്നും മറ്റുള്ളവരുടെ കുടുംബത്തെ എങ്ങനെയാണ് ഇവർ തകർത്തതെന്നും താൻ പറയാം. ഇവിടുത്തെ നിയമം എങ്ങനെ പ്രതികരിക്കുന്നു, നിയമമുണ്ടോ, ഇതൊക്കെ തുറന്ന് സംസാരിക്കാം. ഇതൊരു വെല്ലുവിളിയാണെന്നും ബാല കൂട്ടിച്ചേർത്തു. ഒരു അപേക്ഷയുള്ളത്, നിങ്ങൾ വലിയ ആളുകളുടെ പേരുകൾ പറയുന്നുണ്ട്, അത് ചെയ്യരുതെന്നാണ്. അവർ സിനിമയെ ദൈവമായി കാണുന്നവരാണ്. പ്രശസ്തരാണെന്ന് കരുതി അവരെ ടാർഗറ്റ് ചെയ്യരുത്. അവരെ കുറിച്ച് പറയുമ്പോൾ സങ്കടം വരാറുണ്ടെന്നും മുകളിലുമല്ല താഴെയുമല്ലാതെ നടുക്കുള്ള കുറച്ചു പേരുണ്ട്, അവരാണ് പ്രശ്നമെന്നാണ് ബാലയുടെ അഭിപ്രായം. കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലും പോയിട്ടുണ്ട്. കോടതിയിലും രജിസ്റ്റർ ആയിട്ടുണ്ട്. 4 വർഷമായി കേസ് നടക്കുന്നുമുണ്ട്. എന്നിട്ടും ഒരു പിന്നാക്കം സംഭവിച്ചിട്ടില്ല എന്നും പിന്നെയാണ് നിങ്ങളുടെ ഹേമ കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുകയല്ല എന്നും ബാല പറയുന്നു. ഇപ്പോഴെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം. മനസ്സിലുള്ള വിഷമം കൊണ്ടാണ് താൻ ഇതൊക്കെ പറയുന്നത്. നാഷണൽ അവാർഡ് വാങ്ങിയ ആർട്ടിസ്റ്റിന് വരെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ എന്നും തമിഴ്നാട്ടിൽ എത്ര കേസുകൾ ഉണ്ടായി എന്നും ബാല പറയുന്നു. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കന്നഡയിൽ അത്തരം കേസുകളില്ലേ? തന്റെ പേരുള്ള ഒരു തെലുങ്കു നടന്റെ വാർത്ത വന്നില്ലേ? കേസ് ഉണ്ടാകാനുള്ള വകുപ്പ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉണ്ടോ എന്നും അങ്ങനെ കേസെടുക്കാൻ പറ്റുമോ എന്നും അങ്ങനെ കേസെടുത്താലും ശിക്ഷ കിട്ടുമോ എന്നും അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ബാല ചോദിക്കുന്നത്. കേരളത്തിലെങ്കിലും ശിക്ഷ സാധ്യമാകണമെന്നും കാസ്റ്റിംഗ് കൗച്ച് എല്ലാ മേഖലയിലും ഉണ്ടെന്നും ബാല പറയുന്നു. പ്രീതി സിന്ധ എന്ന ഹിന്ദി നടിയെ ദാവൂദ് ഇബ്രാഹിം വിളിച്ചുവെന്നും പ്രീതി സിന്ധയെ വിളിച്ചപ്പോൾ നടിയായില്ലെങ്കിലും ആത്മാഭിമാനമില്ലാതെ ജീവിക്കില്ല എന്ന് പറഞ്ഞുവെന്നും അങ്ങനെ ധൈര്യമായി പ്രതികരിക്കുന്നവരുണ്ട്. സൗത്ത് ഇന്ത്യയിലും അത്തരക്കാരുണ്ട്, കേരളത്തിലും ഉണ്ടെന്നും ഉദാഹരണമായി ബാല ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരാളുടെ വളർച്ചയെ മറ്റൊരാൾക്ക് തടയാൻ പറ്റില്ല, വേദനിപ്പിക്കാനാകും. അതിന് പവർ ഗ്രൂപ്പ് പോലെ ഒരു ഗ്യാങ് വേണമെന്നില്ല. ഒരു നടൻ മാത്രം വിചാരിച്ചാൽ മതിയെന്നും ഇഷ്ടപ്പെടാത്ത നടനെ തന്റെ സിനിമയിൽ തന്നെ വേണ്ട എന്ന് പറയാം. അവസാന നിമിഷമായിരിക്കും അവരെ പുറത്താക്കുകയെന്നും പക്ഷേ ലൈംഗിക അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കേസ് എടുക്കണമെന്നും അതിന് ശിക്ഷ കൊടുക്കണമെന്നും ഇതൊക്കെ ചെയ്യാതെ കമ്മിറ്റി റിപ്പോർട്ട് മീഡിയയ്ക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം മാത്രമാകരുത് എന്നും ബാല ഈ അഭിമുഖത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.